അവിടെയാണ് പറയുന്നത്, നീ നിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നിൻ്റെ സഹോദരനോട് നിരപ്പായി, സഹോദരന് നിന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആദ്യം അവനോട് നിരപ്പാകുക, എങ്കിൽ മാത്രമേ നിൻ്റെ ബലിക്കൊണ്ട് പ്രയോജനമുള്ളൂ. അത് തന്നെയാണ് പിതാക്കന്മാർ ഓർപ്പിച്ചത്. നീ പ്രാർത്ഥന സ്നേഹമില്ലാതെ കരയറ്റുന്നെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പോകട്ടെ, സമയത്തിൻ്റെ പരിമിതിയുണ്ടല്ലോ. എൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കയറുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്തിനാണ് നോമ്പ് നോക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം എന്താ? എങ്ങനെ നോമ്പ് നോക്കണം? മൂന്നാമത്തെ ചോദ്യം, ഈ 50 ദിവസം നോമ്പ് നോക്കി എനിക്ക് എന്ത് കിട്ടും? എല്ലാ വർഷവും നോമ്പ് നോക്കുന്നുണ്ട്, ഈ 50 ദിവസവും ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, എനിക്ക് എന്ത് കിട്ടും? നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അത് വാങ്ങിക്കുകയുള്ളൂ, അല്ലേ? വേണ്ടാത്ത